കോഴിക്കോട് വെസ്റ്റിൽ സ്വദേശി വിജിൽ തിരോധാന കേസിൽ മൃതദേഹം കണ്ടെത്താനുള്ള ഇന്നത്തെ പരിശോധന തുടങ്ങി. ഒന്നാം പ്രതി നിഖിലുമായാണ് അന്വേഷണ സംഘം തെളിവെടുക്കുന്നത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീറ, അതേ സരോവരം പാർക്കിനോട് ചേർന്ന ഇവർ ചവിട്ടിത്താഴ്ത്തി എന്ന് കരുതുന്ന അതേ ചതുപ്പിൽ തന്നെയല്ലേ തെളിവെടുപ്പ്? ഹാഷ്മി, അവിടെ തന്നെയാണ് ഇന്നും തെളിവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായി തെളിവെടുപ്പ് നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ചതുപ്പിൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ആഴത്തിലുള്ള ഒരു പരിശോധന സാധ്യമാകുന്നില്ല. അവിടേക്ക് ഇപ്പോൾ പമ്പ് എത്തിച്ചിട്ടുണ്ട്, മോട്ടോർ പമ്പ് എത്തിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പൂർണ്ണമായും അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വെള്ളം പൂർണ്ണമായും എത്തിയാൽ മാത്രമേ അവിടെ നിന്നുള്ള പരിശോധനയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവിടേക്ക് JCB എത്തിച്ചിരുന്നു. പക്ഷേ അതും താഴ്ന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ മണ്ണ് ഇട്ട് നികത്തിയിട്ടുണ്ട്. അവിടേക്ക് വലിയ ഒരു JCB ഇന്ന് കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമാവുന്നത് വിജിലിൻ്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. 6 വർഷം ആവുന്നു ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി എത്രമാത്രം തെളിവുകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സാധാരണ മണ്ണല്ല, അവിടെ ഈ ചതുപ്പ് നിലമാണ് എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ കാലപ്പഴക്കമുള്ളത് കൊണ്ടും അവിടെ അസ്ഥികൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമാണ്. എന്നാൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഈ കേസിൽ 2 പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള KK നിഖിൽ, അതുപോലെ തന്നെ 3-ാം പ്രതിയായിട്ടുള്ള ദീപേഷ്. ഇവരുമായാണ് അന്വേഷണ സംഘം തെളിവെടുക്കുന്നത്. ഇന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിഖിലിനെ മാത്രമാണ്. ഈ പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് വിശദമാക്കി നൽകിയിട്ടുള്ളതും. അത്തരമൊരു സാഹചര്യത്തിലാണ് നിഖിലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിൽ ആകെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പ്രതികൾ ഉപേക്ഷിച്ച വിജിലിൻ്റെ ഒരു ബൈക്ക് മാത്രമാണ്. അത് കല്ലായി റെയിൽവേ സ്റ്റേഷനിലാണ് ഉപേക്ഷിച്ചത്. അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള അസ്ഥികൾ കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. ഈ ചതുപ്പിലാണ് ഈ പ്രതികൾ ഈ യുവാവിനെ ചവിട്ടി താഴ്ത്തിയത് എന്നാണ് നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സരോവരം പാർക്കിനോട് ചേർന്നുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹാഷ്മി, സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ കേസന്വേഷണത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. അപ്പോൾ ആ കേസന്വേഷണത്തിൽ ബൈക്കൊന്നുമല്ല, യഥാർത്ഥ തെളിവ് എന്ന് പറയുന്നത് ഈ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥിയോ എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ചതുപ്പിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.